ഹേയ് ബ്യൂട്ടി, എങ്ങോട്ടായി ഓടുന്നത്? ഇങ്ങോട്ട് വാ. അവൾ അയാളെ ദയനീയമായി നോക്കി അവരുടെ അടുത്തേക്ക് നടന്നു. എന്താണ് ചെല്ലക്കിളി? ഞങ്ങളുടെ കയ്യിൽ നിന്നും രക്ഷപ്പെട്ട് ഓടാൻ ശ്രമിക്കുകയായിരുന്നു, കൂട്ടത്തിലുണ്ടായിരുന്ന ഒരുത്തൻ അവളോട് പറഞ്ഞു. എന്നിട്ട് പൊട്ടിച്ചിരിച്ചു. അയ്യോ അല്ല ചേട്ടാ, ഞാൻ വെറുതെ ക്ലാസ്സിലേക്ക് പോകാൻ ക്ലാസ് അന്വേഷിച്ച് നടക്കുമായിരുന്നു. ക്ലാസ്സൊക്കെ ചേട്ടന്മാർ പറഞ്ഞു തരാമല്ലോ. മോള് ഏത് ഡിപ്പാർട്ട്മെൻ്റ് ആവാനാവോ? മൈക്ക്. ആഹാ, നമ്മുടെ ഡിപ്പാർട്ട്മെൻ്റ് ആണല്ലോ. അപ്പോൾ നമുക്ക് കാര്യമായി തന്നെ പരിചയപ്പെടണം. അതെ അതെ, അപ്പോൾ ആദ്യത്തെ പ്രോഗ്രാം എൻ്റെ വക ആവട്ടെ. ഓക്കെ, എങ്കിൽ നീ കൊടുക്ക്. കൂട്ടത്തിൽ ഉള്ളവൻ പറഞ്ഞതും അവൻ അവൾക്കുള്ള പ്രോഗ്രാം ആലോചിച്ചു. ആ, കിട്ടിപ്പോയി. ഒരു പാട്ട് പാടാം അല്ലേ ചെല്ലക്കിളി? പാട്ടോ? അയ്യോ ചേട്ടാ, എനിക്കറിയില്ല. അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. പാടണം എന്ന് പറഞ്ഞാൽ പാടണം. അപ്പോൾ പാട്ട് തുടങ്ങട്ടെ. വേറെ വഴി ഇല്ലാതെ അവൾ പാടാനുള്ള തുടക്കം കുറിച്ചു. കാറ്റാടിത്തണലും തണലത്തര മതിലും മതിലില്ല മനസ്സുകളുടെ പ്രണയക്കുളിരും മറ്റുള്ളൊരു പെണ്ണും അരയത്തൊരു കണ്ണും കളിയോ ഞാലാടുന്നോ ഇടനായിലായി മതിയാവില്ലൊരു നാളിലും ഈ നല്ലൊരു നേരം ഇനിയില്ല ഇതുപോലൊരു സുഖമറിയുന്നൊരു കാലം. അവൾ പകുതി പാട്ട് പാടി നിർത്തിയതും അവരുടെ ചുറ്റും കയ്യടികൾ മുഴങ്ങി. അപ്പോഴാണ് പാട്ടിൽ നിന്നും അവൾ കണ്ണുകൾ തുറന്നു പുറത്തു വരുന്നത് തന്നെ. തന്നെ റാഗ് ചെയ്ത ചേട്ടന്മാരെ കൂടാതെ തൻ്റെ ചുറ്റും നിൽക്കുന്ന കുറേ കുട്ടികളെ കൊണ്ട് അവൾ പരിഭ്രമത്തോടെ ചുറ്റും നോക്കി. പക്ഷേ എല്ലാവരും അവൾക്ക് അരികിലേക്ക് വന്ന് അവൾക്ക് അഭിനന്ദനങ്ങൾ ചൊരിഞ്ഞു. അവൾ ആദ്യം ഒന്ന് പരിഭ്രമിച്ചെങ്കിലും പിന്നെ എല്ലാവരും കൂടി ചിരിയോടെ തന്നെ ഷേക്ക് ഹാൻഡ് നൽകി അവൾക്ക്. പക്ഷേ ഈ സമയത്ത് എല്ലാം അവൾ പണി കൊടുക്കാൻ വേണ്ടി പാട്ട് പാടിപ്പിച്ച് ആ ടീം അംഗങ്ങൾ മുഴുവൻ ഇഞ്ചി കടിച്ച കുരങ്ങന്മാരെ പോലെ നിൽക്കുന്നുണ്ടായിരുന്നു. അവൾ ഒട്ടും പ്രതീക്ഷിച്ചില്ലായിരുന്നു അവൾ ഇത്ര നന്നായി പാടുമെന്ന്. ഇപ്പോൾ അവർക്ക് മനസ്സിലായി, ഒരു ദിവസം കൊണ്ട് തന്നെ അവൾ ഈ കോളേജിലെ സ്റ്റാർ ആയിരിക്കും എന്ന്. പെട്ടെന്നാണ് അവളുടെ കയ്യിൽ ഒരു കൈ വന്ന് കോർത്തതും അവൾ തിരിഞ്ഞതും ആ ആളെ കണ്ട് അശ്വതി അവളെ ആഞ്ഞു പുണർന്നുപോയി. ദീ മാക്രി, എന്നെ നെറ്റി പൊട്ടിക്കാതെ, എനിക്ക് ഇനിയും എന്നെ ആവശ്യമുള്ളതാ. തൻ്റെ കൈക്കുള്ളിൽ നിന്നും ചളി പറയുന്ന അവളെ നോക്കി അശ്വതി അവളുടെ അടുത്തു നിന്നും മാറി നിന്ന് അവളെ ചിരിയോടെ നോക്കി. നിങ്ങൾക്ക് മനസ്സിലായില്ലേ അല്ലേ ഇതാരാണെന്ന്? ഇതാണ് നമ്മുടെ അശ്വതി, ചങ്കും കരളുമായ എൻ്റെ ഫ്രണ്ട്. അശ്വതിയുടെ അച്ഛൻ്റെ ആത്മാർത്ഥ സുഹൃത്താണ് എൻ്റെ മകൾ, അവളുടെ മാത്രം ആണ്. നിന്നെ കാണാതെ ഞാൻ വിഷമിച്ചിരിക്കുകയായിരുന്നു. എന്താ ഇത്രയും താമസിച്ചത്? അപ്പോൾ ഞാൻ വിചാരിച്ചത് തന്നെ കാരണം. നീ എഴുന്നേറ്റ് കാണില്ല അല്ലേ? ആൻറ്റി വന്ന് കുത്തിപ്പൊക്കി ഇട്ടതായിരിക്കും. ഇപ്പോഴെങ്കിലും എത്താൻ തോന്നിയല്ലോ, അവൾ അവളോട് പറഞ്ഞു. ആ ചോദ്യത്തിന് അശ്വതി നല്ല വെടിപ്പായി ഇടിച്ചു കാണിച്ചു. പാട്ട് പാടി കാണിച്ചതല്ലേ ചേട്ടന്മാർ നിന്നെ കൊണ്ട് പാട്ട് പാടിച്ചതാണല്ലേ? ഓ, ഇനി എന്ത് പറഞ്ഞാൽ മതിയല്ലോ, നടക്കങ്ങോട്ട്. കാവ്യ അവളെയും കൂട്ടി വേഗം മെക്കാനിക് ക്ലാസ്സിലേക്ക് നടന്നു. അവരെ ആ ഗ്രൂപ്പിൻ്റെ മുന്നിൽ നിന്നും നടന്നതും പെട്ടെന്നാണ് അവിടെ ഒരു റോയൽ എൻഫീൽഡർ ബൈക്ക് വന്ന് പാഞ്ഞു നിന്നത്. അതിൽ നിന്നും ഒരു യുവാവ് ഇറങ്ങുകയുമുണ്ടായിരുന്നു. സ്റ്റൈലായിട്ടാണ് അയാളുടെ വരവ്. ഡ്രസ്സ്, ജീൻസും ടീഷർട്ടും ഒരു ഓവർ കോട്ടും ഉണ്ടായിരുന്നു. കണ്ണുകളിൽ കൂളിംഗ് ഗ്ലാസും, ഒരു കയ്യിൽ ഒരു ചെയിനും മറു കയ്യിൽ ഒരു ഇടിവളയും
ഇത്തിരി നീളമുള്ള മുടി പുറകിൽ കെട്ടിയും വെച്ചിരുന്നു. അവനെ കണ്ടതും ആ വാകചുവട്ടിൽ ഇരുന്നവരെല്ലാം ഓടി അവൻ്റെ അടുത്തെത്തി.